നമസ്കാരം. വ്യാഴം രാശി മാറുന്നു. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ധനു രാശിയിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രാശിയുടെ 4-ാം ഭാവത്തിൻ്റെയും 1-ാം ഭാവത്തിൻ്റെയും അധിപനായ വ്യാഴം 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്ഥാനം നിൽക്കുമ്പോൾ നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്നാൽ അതേ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, വ്യാഴം നിൽക്കുന്ന രാശി ഏതാണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ദശാപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നാൽ ഇതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്യുക. എന്നാൽ ഈ പറയുന്ന ഗുണപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധനുരാശിയിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ സാധിക്കും. ദാമ്പത്തിക സുഖം അനുഭവിക്കുവാൻ സാധിക്കും. സന്താന ലാഭമുണ്ടാകും. ഗ്രഹസുഖം, നിങ്ങൾ ആഗ്രഹിച്ച വീട് വയ്ക്കുവാൻ സാധിക്കും. ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയം തന്നെയാണ്. കളത്രത്തിലെ വീട്ടുകാർ തമ്മിൽ സന്തോഷത്തോടു കൂടി പോകുവാൻ സാധിക്കും. അവരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം നമുക്കുണ്ടാകും. വസ്തു, വീട് തുടങ്ങിയവ വാങ്ങുവാൻ ആലോചനയുണ്ടാകുകയും നേട്ടമുണ്ടാകുകയും ചെയ്യും. അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നിങ്ങളെ തേടി നിങ്ങളുടെ അരികിലേക്ക് തന്നെ വരും. പ്രണയത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുകയും യുവതീ യുവാക്കൾക്ക് പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകുകയും ഇത് വിവാഹത്തിലോട്ട് പോവുകയും വിവാഹം നിശ്ചയമുണ്ടാകുകയും ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ ഒരു സമയം തന്നെയാണ്. ബിസിനസ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി മെച്ചപ്പെടും. മകളുടെ ഭാവിക്കായി നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നറുക്കെടുപ്പ് സമ്മാനങ്ങൾ, ചിട്ടി എന്നിവയിൽ നിങ്ങൾക്ക് 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ധനലാഭം ഉണ്ടാകുന്ന രീതിയിലുള്ള അവസ്ഥ വരുവാൻ സാധ്യത കൂടുതലാണ്. യാത്രകൾ ഗുണം ചെയ്യും. ദൈവകാര്യങ്ങൾക്കുള്ള യാത്രയാണ്, അത് തീർത്ഥയാത്രകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. ഈ സംക്രമണം നിങ്ങളുടെ ദാമ്പത്തിക ബന്ധത്തിൽ മധുരം കൊണ്ടുവരുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ പലയിടങ്ങളിലും പ്രശ്നങ്ങളും പരിഭവങ്ങളിലൂടെ പിണങ്ങിക്കഴിയുന്ന ദമ്പതിമാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റം നിങ്ങൾക്കൊരുപാട് ഗുണം ചെയ്യും. നിങ്ങൾക്ക് സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നല്ല രീതിയിൽ ജീവിതം നയിക്കുവാനും സാധിക്കുന്ന സമയം തന്നെയാണ്. പരസ്പരം ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും. ബിസിനസ്സിൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടുവാൻ സാധിക്കും. നിങ്ങളുടെ വസ്തു സംബന്ധമായി അല്ലെങ്കിൽ വസ്തു ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അതിൽ ലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വീട്ടിലുള്ള അത്യാവശ്യമായ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങേണ്ടി വരും. അതായത് നിസ്സാരമായ കാര്യങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും അത് വാങ്ങുവാൻ വേണ്ടി ചിലവുണ്ടാകുകയും ചെയ്യും. ഒരുപാട് വീടിനതയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ. യാത്രകളുടെ കാര്യത്തിൽ ഒരു അനുകൂലമായ ഫലം നിങ്ങളെ തേടി വരും. അപ്പോൾ ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പണത്തിൻ്റെ നേട്ടമോ ഉയർച്ചയോ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം കഴിയുമ്പോൾ നഷ്ടത്തിലോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് കിട്ടുന്ന ധനം അനാവശ്യമായി ചിലവാക്കാതെ സൂക്ഷിച്ച് വയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന ധനം സൂക്ഷിച്ചു വെച്ചാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള, അതായത് എന്ത് കാര്യത്തിലും തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും.
അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കും. ആ കാര്യം വിജയത്തിലെത്തുവാൻ സാധിക്കും. വിജയത്തിലെത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണപരമായ നേട്ടങ്ങളും കൈവരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, പ്രണയ സാക്ഷാത്കാരം, നല്ലൊരു ദാമ്പത്തിക ജീവിതം ഇതെല്ലാം വന്നു ചേരുന്ന സമയമാണ്. ഈ സമയം മഹാവിഷ്ണു ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും നെഗറ്റീവായ അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിക്കുക, ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ എല്ലാം നോക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയാൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കും. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാനെ നാമം ജപിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.